US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദങ്ങളെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ച് ഇറാൻ തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഹോർമൂസ് കടലൊടുക്ക് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഏറ്റവും നിർണായകമായ കടൽപാതകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ മേഖലയെ സാമ്പത്തിക വരുമാനത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇറാൻ ഇപ്പോൾ എന്ന് വിദേശകാര്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി ഹോർമൂസ് കടലൊടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള സംവിധാനമാണ് ഇറാൻ തന്ത്രപൂർവ്വം ആരംഭിച്ചിരിക്കുന്നത്. പനാമ കനൽ, സ്യൂസ് കനാൽ പോലുള്ള അന്താരാഷ്ട്ര കടൽപാതകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ മാതൃകയാക്കി ഹോർമൂസിനെയും പണം ഉണ്ടാക്കാനുള്ള മേഖലയാക്കി മാറ്റുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ഈ നീക്കത്തിന് നിയമപരമായ അടിത്തറ ഒരുക്കുന്നതിനായി ഇറാൻ പാർലമെന്റും ഇതിനകം നടപടികൾ സ്വീകരിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലൊടുക്കിലൂടെ പതിവായി സഞ്ചരിക്കുന്ന വ്യാപാര കപ്പലുകൾ ഇപ്പോൾ നേരിട്ട് അവരുടെ സാധാരണ പാതയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ മേഖലയിലെ നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ്. കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ IRGC തടഞ്ഞു നിർത്തുകയും അവയെ നിശ്ചിത മാർഗത്തിലേക്ക് തിരിക്കുകയും ചെയ്യുന്നതാണ് പുതിയ രീതിയായി മാറിയിരിക്കുന്നത്. ഇതനുസരിച്ച് എല്ലാ കപ്പലുകളും ഹോർമൂസ് കടലൊടുക്കിന് സമീപമുള്ള ലറാഖ് ദ്വീപിലെ തുറമുഖം വഴിയാണ് കടന്നു പോകേണ്ടത്. ഇവിടെ തന്നെയാണ് ടോൾ ഈടാക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നതും. ലറാഖ് ദ്വീപ് ഇപ്പോൾ ഒരു പ്രധാന നിരീക്ഷണ കേന്ദ്രമായും സാമ്പത്തിക ഇടപാടുകളുടെ കേന്ദ്രമായും മാറിയിരിക്കുകയാണ്. കപ്പലുകൾ ഈ തുറമുഖം വഴി കടന്നു പോകുമ്പോൾ ടോൾ അടയ്ക്കുകയും തുടർന്ന് മാത്രമേ അവയ്ക്ക് യാത്ര തുടരാൻ അനുമതി ലഭിക്കുകയുള്ളൂ. ടോൾ ഈടാക്കൽ മാത്രമല്ല, കപ്പലുകളുടെ സമഗ്രമായ പരിശോധനയും ഈ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട്. ഓരോ കപ്പലും IRGCയുടെ നിയന്ത്രണത്തിലുള്ള സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാകണം. കപ്പലിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ, ഉടമസ്ഥത, യാത്രക്കാരുടെ ലക്ഷ്യം, ചരക്കിന്റെ സ്വഭാവം തുടങ്ങിയവയെല്ലാം വിശദമായി പരിശോധിക്കപ്പെടുന്നു. ഇതിനു പുറമെ കപ്പലിലെ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങളും സമർപ്പിക്കേണ്ടതുണ്ട്. കപ്പലുകൾ യാത്ര തുടരുന്നതിന് മുമ്പ് IRGCയുമായി ഔദ്യോഗികമായി ബന്ധപ്പെടുകയും ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുകയും വേണം. ഈ നടപടിക്രമം പൂർത്തിയാകുന്നതിന് ശേഷമാണ് അവയ്ക്ക് മുന്നോട്ട് പോകാനുള്ള അനുമതി ലഭിക്കുക. സുരക്ഷയും നിയന്ത്രണവും ഉറപ്പാക്കുന്നതിന് പുറമെ സാമ്പത്തിക നേട്ടവും ലക്ഷ്യമിടുന്ന ഇരട്ട തന്ത്രമാണ് ഇറാൻ ഇതിലൂടെ നടപ്പാക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ മാർച്ച് 13 ശേഷം ഏകദേശം 57 കപ്പലുകൾ ഇതിനകം ഈ പുതിയ സംവിധാനത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇത് ഈ പദ്ധതിയുടെ പ്രായോഗിക നടപ്പാക്കൽ ആരംഭിച്ചു എന്നതിന് വ്യക്തമായ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ആഗോള വ്യാപാര രംഗത്ത് വലിയ പങ്കുവഹിക്കുന്ന എണ്ണയും വാതകവും ഉൾപ്പെടെയുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലുകളാണ് പ്രധാനമായും ഈ പുതിയ നിയമങ്ങൾക്ക് ബാധകമാകുന്നത്. ഹോർമൂസ് കടലൊടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതകളിലൊന്നാണ്. മധ്യപൂർവ്വ ദേശത്തു നിന്നുള്ള എണ്ണയുടെ വലിയൊരു വിഹിതം ഈ കടൽപാത വഴിയാണ് ആഗോള വിപണിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഏത് മാറ്റവും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും വലിയ പ്രതിഫലനം സൃഷ്ടിക്കാറുണ്ട്. ഇറാന്റെ പുതിയ നീക്കം ഈ പശ്ചാത്തലത്തിൽ ഏറെ ഗൗരവത്തോടെ നിരീക്ഷിക്കപ്പെടുകയാണ്. ഇറാൻ സ്വീകരിച്ചു വരുന്ന ഈ നടപടികൾക്ക് പിന്നിൽ പലതരം ലക്ഷ്യമുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒന്നാമതായി, അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മൂലം നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനുള്ള ശ്രമമാണിത്. ടോൾ ഈടാക്കുന്നതിലൂടെ ഒരു സ്ഥിരമായ വരുമാന ഉറവിടം കണ്ടെത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. രണ്ടാമതായി, ഹോർമൂസ് കടലൊടുക്കിലെ നിയന്ത്രണം ശക്തിപ്പെടുത്തി ഭൗമരാഷ്ട്ര നിലപാട് ശക്തമാക്കാനും ഇറാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാക്കുന്നുണ്ട്. കൂടാതെ ഈ നടപടികൾ വ്യാപാര ചെലവുകൾ ഉയർത്താനും ആഗോള എണ്ണവിലകളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാനും ഇടയാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. അടുത്തിടെ 2 ചൈനീസ് കപ്പലുകളെ ഇറാൻ ഹോർമൂസ് തടഞ്ഞത് ഏവരെയും അമ്പരപ്പിച്ചിരുന്നു. സുഹൃത്ത് രാഷ്ട്രമായിട്ടും ചൈനീസ് കപ്പലുകളെ ഇറാൻ സേന തടയുകയായിരുന്നു. ചൈനീസ് കപ്പലുകളും പണം നൽകി കടന്നു പോകുകയെന്നാണ് സൂചന. ഇറാൻ, ഗ്രീക്ക്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുടെ കപ്പലുകളാണ് നിലവിൽ ഹോർമൂസ് കടന്നുപോകുന്നത്. ഇവ കൂടാതെ ഇറാഖ്, മലേഷ്യ, തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിലെ സർക്കാരും ഇറാനുമായി ഹോർമൂസിൽ തടസ്സമില്ലാതെ യാത്ര ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഇന്ത്യൻ കപ്പലുകൾ ടോൾ നൽകാതെയാണ് കടന്നുപോയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ പതാകയുള്ള LPG ടാങ്കറായ പൈപ്പിൻ ഗ്യാസിന്റെ അധികൃതരും ടോൾ നൽകിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഹോർമൂസിനെ പനാമ, സ്യൂസ് കനാൽ എന്നിവയ്ക്ക് സമാനമായ കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കി കടത്തിവിടാനുള്ള ഇറാന്റെ നീക്കം രാജ്യാന്തര മാരിടൈം ചട്ടങ്ങളുടെയും UN ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന വാദങ്ങളുമുണ്ട്. പനാമ കനാലും സ്യൂസ് കനാലും മനുഷ്യനിർമ്മിതമാണ്. പരമാധികാരമുള്ള രാജ്യങ്ങളാണ് അവ സംരക്ഷിക്കുന്നതും ഫീസ് പിരിക്കുന്നതും. എന്നാൽ ഹോർമൂസ് കടലൊടുക്ക് സ്വാഭാവിക കപ്പൽ പാതയാണെന്നും അവിടെ ടോൾ പിരിക്കാൻ ഇറാന് അവകാശമില്ലെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.